പേഴ്സണൽ എക്സ്പെൻസ് ബിസിനസ് എക്സ്പെൻസ് ആയി കാണിച്ചിട്ട് ടാക്സ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ കുറച്ചാൽ തന്നെ എന്തൊക്കെ ലീഗൽ കോൺസിക്വൻസ് ആണ് നമുക്ക് വരിക? ഇത് ശരിക്കും ഇൻകം ടാക്സ് നിയമപ്രകാരം ടാക്സ് ഇവേഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ നിയമപ്രകാരം കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സെക്ഷൻ 34 പ്രകാരം ഒരിക്കലും പേഴ്സണൽ എക്സ്പെൻഡിച്ചറിനെ ബിസിനസ് എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കാൻ പാടില്ല. ബിസിനസ്സും പേഴ്സണൽ എക്സ്പെൻസും സെപ്പറേറ്റ് തന്നെയാണ് നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തത്, ഭാവിയിൽ നിങ്ങളുടെ ബിസിനസിനെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സ്ക്രൂട്ടനൈസ് ചെയ്യുമ്പോൾ ഈ പേഴ്സണൽ എക്സ്പെൻഡിച്ചറിനെ പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യുകയും 200% പിഴയിടാനും സാധ്യതയും. മൂന്നാമത്, നിങ്ങളുടെ ബിസിനസിന്റെ ലാഭം ഒരിക്കലും നേരായ രീതിയിലായിരിക്കില്ല നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ റിഫ്ലക്ട് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസലോ ഒരു ബാങ്ക് ലോണിനോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നിഷേധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ബിസിനസിന്റെ പ്രോഫിറ്റ് പ്രോപ്പറായിട്ട് ഡിക്ലെയർ ചെയ്താൽ മാത്രമേ അവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസലിന് വരുന്ന ഒരാൾക്ക് ഇംപ്രഷൻ ഉണ്ടാവുള്ളൂ. ബിസിനസ് എക്സ്പെൻഡിച്ചറും പേഴ്സണൽ എക്സ്പെൻഡിച്ചറും സെപ്പറേറ്റ് തന്നെ കൊണ്ടുപോകുന്നതാണ് ബിസിനസ്സിൽ ഏറ്റവും ബെസ്റ്റ്.